SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളി നടേശനെ അയോഗ്യനാക്കി ഹൈക്കോടതിയുടെ നിർണായക ഉത്തരവ്. യോഗം പ്രസിഡന്റ് ഡോക്ടർ എം.എൻ. സോമനും വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളിക്കും ഭാരവാഹികൾക്കും തുടരാൻ കഴിയില്ല. കമ്പനി നിയമത്തിന്റെ ലംഘനം നടന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് കോടതിയുടെ നടപടി. ദീർഘനാളത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് SNDP സംരക്ഷണ സമിതിയുടെ വാദങ്ങൾ കോടതി അംഗീകരിച്ചത്. വെള്ളാപ്പള്ളി നടേശനൊപ്പം പ്രസിഡന്റ് M.N. സോമനും വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളിയും ബോർഡ് അംഗങ്ങളായ 170 പേരും അയോഗ്യരായി. സത്യത്തിന്റെ വിധിയാണ് ഇന്ന് വെള്ളാപ്പള്ളി നടേശനെതിരായിട്ടുള്ള ഈ വിധി. SNDP യോഗത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും, എല്ലാ സമ്പത്തും, എല്ലാ അധികാരങ്ങളും ഒരാളിൽ നിക്ഷിപ്തമായിട്ടുള്ള ഒരു ഭരണമായിരുന്നു ഇതുവരെ നടന്നുകൊണ്ടിരുന്നത്. ആയിരക്കണക്കിന് സ്കൂളിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ, SNDP കിട്ടുന്ന വരുമാനങ്ങൾ, ഇതൊന്നും SNDP യോഗത്തിന്റെയോ അല്ല SNDP വിശ്വസിക്കുന്ന ശ്രീ നാരായണീയരുടെ ഒരു ഗുണത്തിന് ഉപയോഗിച്ചില്ല എന്നാണ് സത്യം. നോൺ ട്രേഡിംഗ് കമ്പനിയായ SNDP യോഗം തുടർച്ചയായി 3 വർഷം രജിസ്റ്റർ ഓഫ് കമ്പനിക്ക് തങ്ങളുടെ കണക്കുകൾ കൈമാറിയില്ലെന്നായിരുന്നു ഹർജി. പ്രതിരോധിക്കാൻ വെള്ളാപ്പള്ളിയും കൂട്ടരും ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. ജസ്റ്റിസ് TR രവിയുടെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. SNDP യോഗത്തിന്റെ ഭാരവാഹികളല്ല വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും M.N. സോമനും അരേക്കണ്ടി സന്തോഷും ഈ നിമിഷം മുതൽ അവർ SNDP യോഗത്തിന്റെ ഭാരവാഹികളല്ല. 8 അല്ലെങ്കിൽ 15 ഡയറക്ടേഴ്സിനെ അവർ താൽക്കാലികമായി നിയമിച്ച് താൽക്കാലിക ഭരണം നടത്തി തെരഞ്ഞെടുപ്പ് നടത്തണമെന്നുള്ളതാണ് ഇന്നത്തെ തീരുമാനം. വിധി തിരിച്ചടിയല്ലെന്നും അപ്പീൽ നൽകുമെന്നും ഔദ്യോഗിക പക്ഷം അറിയിച്ചു. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.